ഇറാന്റെ $500 മില്യൺ മൂല്യമുള്ള ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടിയതായി US ട്രഷറി വകുപ്പ്. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം വൻതോതിൽ കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി ഇസ്രായേലും US-ഉമാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ഇറാനിലെ സൈനിക നടപടിക്കായി US-ന് ചെലവായത് 23 ലക്ഷം കോടിയാണെന്ന പെന്റഗൺ റിപ്പോർട്ട് പുറത്തുവന്നു. US കോൺഗ്രസിൽ ഡിഫൻസ് സെക്രട്ടറിക്ക് നേരെ രൂക്ഷ വിമർശനമുയർന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകും. അജയ്, ഒരു വശത്ത് US ഇങ്ങനെ ആസ്തികളൊക്കെ പിടിച്ചുകെട്ടുന്നു, പക്ഷേ അപ്പോൾ തന്നെ അവിടെ പെന്റഗണിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ള വിമർശനങ്ങളൊക്കെ വലിയ തോതിൽ അവിടെ ആഭ്യന്തരമായി തന്നെ ചർച്ചയാകുന്നു, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? എൽദോ, തീർച്ചയായിട്ടും ഈ പശ്ചിമേഷ്യൻ സംഘർഷം അത് അമേരിക്കയെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ ഇറാനെയും ഇത്തരത്തിൽ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്ക ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പെന്റഗന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഇറാനിലെ സൈനിക നടപടിക്ക് വേണ്ടി അമേരിക്ക ചെലവഴിച്ച മൊത്തം തുകയുടെ കണക്ക് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മണിയുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 23 ലക്ഷം കോടി രൂപയാണ് അമേരിക്ക ഇറാനിലുള്ള സൈനിക നടപടികൾക്കായി മൊത്തം ചെലവഴിച്ച തുക. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ US കോൺഗ്രസിൽ സൈന്യത്തിന് നേരെ ശക്തമായിട്ടുള്ള വിമർശനം തന്നെ ഉയർന്നു. US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റിന് നേരെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ നേരിട്ടത്. അതും ഈ അംഗങ്ങൾ എടുത്തു ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധമെന്നാണ്. അതും വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയിട്ടുള്ള യുദ്ധം പോലെ ഇത് US-നെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടിടുമെന്നും ഈ അംഗങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, US-ന്റെ ഡിഫൻസ് വകുപ്പ് അവരുടെ അടുത്ത വർഷത്തേക്കുള്ള ഡിഫൻസ് ബജറ്റിനായിട്ട് $1.3 ട്രില്യൺ ആവശ്യപ്പെട്ടത്. ഈ ഒരു തുക എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്ര വലിയൊരു തുക US ഈ ഡിഫൻസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതായത് ഇപ്പോൾ ഇതിനു മുൻപേ പലതരം പോരാട്ടങ്ങളിൽ US ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വിയറ്റ്നാമിലെ യുദ്ധമുണ്ടായിരുന്നു, ഇറാഖിലെ സൈനിക നടപടി ഉണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലെ സൈനിക നടപടി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും ചെലവായിട്ടില്ലാത്ത അത്രയും വലിയ തുകയാണ് ഇനി അടുത്ത് ഡിഫൻസ് ആവശ്യത്തിന് വേണ്ടി ബജറ്റിൽ വകയിരുത്താനായിട്ട് ഇപ്പോൾ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു തുകയും അംഗങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗത്തു നിന്നല്ല, ഭരണപക്ഷമായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങൾ വരെ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 6 മണിക്കൂറാണ് US കോൺഗ്രസിൽ ഇതേ വിഷയത്തിൽ ചർച്ച നടന്നത്. ഈ 6 മണിക്കൂറും അക്ഷരാർത്ഥത്തിൽ പീറ്റ് ഹെഗ്സെറ്റിനെ നിർത്തിപ്പൊരുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. പീറ്റ് ഹെഗ്സെറ്റ് ഇതിനൊക്കെ മറുപടി കൊടുത്തത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും ചില റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളുമാണ് അമേരിക്കയുടെ യഥാർത്ഥ ശത്രു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ഈ പണം കൂടുതൽ ചെലവായതും US-ലെ ഈ ആയുധങ്ങൾ, പഴയ ആയുധങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ യുദ്ധപ്രതിസന്ധിയൊന്നും US നേരിടുന്നില്ല. ഇറാൻ പശ്ചിമേഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള നടപടികൾ അത് ആഗോള സമാധാനത്തിന് ഭീഷണിയാകും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് US നിലവിൽ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ ഇറാൻ ആണവായുധമുണ്ടാക്കിയാൽ അത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറും. ഇത് തടയാനും US ശ്രമിക്കുന്നു. US-ന്റെ മുൻ ഭരണാധികാരികൾ ഇറാനോട് സ്വീകരിച്ച മൃദു സമീപനം കാരണമാണ് നിലവിലെ ഭരണകൂടത്തിന് ഇത്ര വലിയൊരു സൈനിക നീക്കത്തിലേക്ക് ചാടി പുറപ്പെടേണ്ടി വന്നതെന്നും പീറ്റ് ഹെഗ്സെറ്റ് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും കടുത്ത വിമർശനം തന്നെ US-ൽ നിന്ന് ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ ഉയരുന്നു. അതിനിടെയാണ് ഇറാന്റെ ഏതാണ്ട് $500 മില്യൺ ആസ്തി വരുന്ന ക്രിപ്റ്റോ ആസ്തികൾ അത് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് നിലവിൽ കണ്ടുകെട്ടിയിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഏതാണ്ട് $350 വില വരുന്ന ആസ്തി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. ഇപ്പോൾ $100 മില്യൺ ആസ്തി കൂടി കണ്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇറാന് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം കൊണ്ടുവരാനും അമേരിക്ക ആലോചിക്കുന്നുണ്ട്. ഇറാന്റെ ഷാഡോ ബാങ്കിംഗ് ശൃംഖലയ്ക്ക് നേരെ കൊണ്ടുവന്ന ഉപരോധം, അതിൻ്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അങ്ങനെ ഇറാനെ കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കി ഒരു ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ തന്നെയാണ് US-ന്റെ ശ്രമം. അതുപോലെ ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം തുടരുമെന്നും ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്.
ഹോർമുസ് കടലിടുക്കിലുള്ള ഈ ഉപരോധത്തിൻ്റെ പ്രതിഫലനമായിട്ട് കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ വില $122 വരെയൊക്കെ കുതിച്ചുയർന്നിരുന്നു. ഇത് 4 വർഷത്തിന് ശേഷം ഉയരുന്ന ഏറ്റവും വലിയ ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ്. ഇതിനു മുൻപേ 2022 ക്രൂഡ് ഓയിൽ വില ഇത്രയധികം ഉയർച്ചയിലേക്ക് പോയത്. ഇതിൻ്റെ പ്രതിഫലനമായിട്ട് US ഉൾപ്പെടെ ഗ്യാസ് പ്രൈസ് വൻതോതിൽ ഉയരുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് കാരണം ഇന്ത്യയിലും ക്രൂഡ് ഓയിൽ ഈ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കടുത്ത ഒരു പ്രതിസന്ധി ഹോർമുസ് വിഷയത്തിലുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം തുടർന്നു വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇനി ചെന്നെത്തി നിൽക്കാൻ പോകുന്നത് $140 ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് ഭീഷണി മുഴക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഹോർമുസിലെ പ്രതിസന്ധിക്ക് കാരണം ഇസ്രായേലും അമേരിക്കയുമാണെന്നാണ്. അതുപോലെ ഹോർമുസിലുള്ള ഉപരോധം US ഇതേ രീതിയിൽ തുടർന്നു വന്നാൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് IRGC ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ നയതന്ത്രപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് തങ്ങൾ സംയമനം പാലിച്ചത്. എന്നാൽ ഇനി മുന്നോട്ട് അങ്ങനെ ആയിരിക്കില്ല എന്നും IRGC ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അജയ്, ഒപ്പം തന്നെ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നൊക്കെ ഇറാന്റെ ഒരു അവകാശവാദമുണ്ടല്ലോ. അതായത് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിൽ കോസ് ഹാർട്ട് അറ്റാക്ക് എന്നാണ് അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഹൃദയാഘാതം ഉണ്ടാക്കും എന്ന മട്ടിലുള്ള ആയുധങ്ങൾ. എന്താണ് ഇറാൻ ഉദ്ദേശിച്ചത്? മറ്റൊന്ന്, ഈ ഒരു എണ്ണ കിണർ പോലും പൊട്ടിത്തെറിച്ചിട്ടില്ല. വേണമെങ്കിൽ തത്സമയം കാണിക്കാം. ഇവിടെയെല്ലാം കൃത്യമായി നടക്കേണ്ടതുപോലെ നടക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ കാണിക്കാൻ തയ്യാറാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്കയുടെ പ്രതീക്ഷ ഈ അവിടെ ഒരു സമ്മർദ്ദമുണ്ടായി അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത് എന്നാണോ അമേരിക്കയുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഒന്നും പ്രവചിക്കാറായിട്ടില്ല. ഇറാൻ എന്തായാലും അമേരിക്ക നിലവിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇറാൻ ആദ്യം അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച 3 നിർദ്ദേശങ്ങൾ അത് ട്രംപിന്റെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള നാഷണൽ അസംബ്ലി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഒരു 3 നിർദ്ദേശങ്ങൾ കൂടി ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് വെള്ളിയാഴ്ച കൂടി സമർപ്പിക്കുമെന്നാണ് നിലവിൽ വിവരമുള്ളത്. പാകിസ്ഥാൻ വഴിയായിരിക്കും ഈ പുതിയ നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഈ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാൻ ഒരു കോംപ്രമൈസിന് തയ്യാറാകുമോ എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമല്ല. ഹോർമുസ് കടലിടുക്കിലും ആണവ വിഷയത്തിലും ഇറാൻ ശക്തമായിട്ടുള്ള നിലപാടുകൾ അത് പിന്നെയും തുടർന്നു വരികയാണ്. ട്രംപ് തന്നെ ട്രൂ സോഷ്യൽ കുറിച്ചത് ഇറാന് ഒരു ആണവ കരാറിൽ ഒപ്പിടാൻ അറിയില്ല, ഇറാൻ എത്രയും വേഗം ഒരു ഡീലിന് തയ്യാറാകണം, ഇല്ലെങ്കിൽ ഇതുവരെ മര്യാദക്കാരനായി താൻ നിന്നതുപോലെ ആയിരിക്കില്ല ഇനി മുന്നോട്ടുള്ള പോക്കെന്നും ട്രംപ് ഒരു ഭീഷണിയായി മുഴക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഈ ഭീഷണി പോസ്റ്റിനോടൊപ്പം ട്രംപ് ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന AI ചിത്രം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ IRGC ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് US-ന്റെ കാര്യത്തിൽ എടുക്കുന്നത്. ഇതുവരെ തങ്ങൾ നയതന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇനി ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി തുടങ്ങും എന്നുള്ള ഭീഷണിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിലും. അതുപോലെ ഈ മുഹമ്മദ് ബാഖർ കാലിബാഫ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇറാനിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വാദമുയർത്തുന്നത്. അതുപോലെ ഇറാനിലുള്ള ഖാർഗ് ദ്വീപിൽ അവരുടെ കപ്പാസിറ്റി കഴിഞ്ഞ് ക്രൂഡ് ഓയിൽ നിലവിൽ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അമേരിക്കൻ ഉപരോധം കാരണം ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാകില്ല എന്നാണ് US അവകാശപ്പെട്ടത്. പക്ഷേ ഖാർഗ് ദ്വീപിൽ ഉൾപ്പെടെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് മുഹമ്മദ് ബാഖർ കാലിബാഫ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇറാൻ US-ന്റെ ഒരു വാദങ്ങൾക്കെല്ലാം ശക്തമായിട്ടുള്ള ഒരു മറുപടികൾ തന്നെ തിരിച്ചു നൽകുന്നു. ഇതുവരെ നേരിട്ടുള്ള ചർച്ചകൾക്ക് യാതൊരു തീരുമാനവുമായിട്ടില്ല. ഇപ്പോഴും ഇരു രാജ്യങ്ങളും കടുംപിടുത്തം തുടർന്നു വരികയാണ്. ശരി, അജയ് ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.